ഇന്ന് നിങ്ങൾ വാർത്തകൾ കാണുമ്പോൾ കേൾക്കുന്ന ആ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രൂപയുടെ മൂല്യം ഇടിയുന്നു. വിദേശികൾ ഇന്ത്യ വിടുകയാണ്. രാജ്യം ഒരു സാമ്പത്തിക പടുകുഴിയിലേക്ക് വീഴാൻ പോകുന്നു. ഇതൊക്കെയാണ് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന ഒരു കഥ. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം കുറയുമ്പോഴും ഭാരത സർക്കാർ ശാന്തമായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും റിസർവ് ബാങ്ക് പരിഭ്രാന്തരാകാത്തത്? എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ ഇപ്പോഴും പറയുന്നത് 2026 ഇന്ത്യയുടേതാണ് എന്ന്? കാരണം നമ്മൾ ഇന്ന് കാണുന്നത് ഒരു സാമ്പത്തിക തകർച്ചയല്ല, മറിച്ച് 80 വർഷമായി ലോകത്തെ അടക്കി ഭരിച്ച ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യമാണ്. ഡോളർ എന്ന സാമ്രാജ്യം തകർന്നു വീഴുന്നു. 39 ട്രില്യൺ ഡോളറിന്റെ കടക്കിണിയിൽ ശ്വാസം മുട്ടുന്ന അമേരിക്ക തങ്ങൾ മുങ്ങുമ്പോൾ ലോകത്തെയും കൂടെ താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ആ കപ്പലിലെ ചങ്ങലകൾ അറുത്തുമാറ്റി കരയിലേക്ക് നീന്തി കയറുന്നു. ഇത് രൂപയുടെ വീഴ്ചയല്ല, ഇത് ഭാരതത്തിന്റെ ഉയർച്ചയാണ്. അമേരിക്കൻ വിപണിയുടെ 35% നിയന്ത്രിക്കുന്നത് വെറും 7 കമ്പനികളാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ 7 കമ്പനികൾ ഒന്ന് പാളിയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ചീട്ടുകൊട്ടാരം പോലെ തകരും. ആ വിസ്ഫോടനത്തിന് മുന്നേയുള്ള ശാന്തതയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ആരും പറയാത്ത ആ വലിയ മാസ്റ്റർ പ്ലാൻ ഞാൻ വെളിപ്പെടുത്താം. എന്തുകൊണ്ടാണ് RBI രൂപയെ വഴങ്ങാൻ അനുവദിക്കുന്നത്? ഇന്ത്യ എങ്ങനെയാണ് ഡോളറിനെ വെട്ടിച്ച് സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നത്? എന്തിനാണ് ഇന്ത്യ സ്വർണം വാരിക്കൂട്ടുന്നത്? ഇന്ത്യ എങ്ങനെയാണ് ഡോളറിനെ വെട്ടിച്ച് സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നത്? വെൽക്കം ടു ദി എക്സ്പ്ലെയിനർ. ഇതൊരു സാധാരണ വീഡിയോ അല്ല, വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ അഥവാ ന്യൂ വേൾഡ് ഓർഡറിന്റെ തിരക്കഥയാണ്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവർ. പക്ഷേ 2026 അമേരിക്കയുടെ അവസ്ഥ എന്താണ്? അമേരിക്കയുടെ ദേശീയ കടം ഇപ്പോൾ 39 ട്രില്യൺ ഡോളറിലേക്ക് കുതിക്കുന്നു. വെറും കണക്കല്ലേ ഇത്? ഓരോ 100 ദിവസത്തിലും $1 ട്രില്യൺ അവർ അധികമായി കടമെടുക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു രാജ്യം പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രം വീണ്ടും കടമെടുക്കുന്ന അവസ്ഥ. അമേരിക്കയുടെ GDP വളർച്ച 1.8% നിന്ന് 1.5% ഇടിഞ്ഞിരിക്കുകയുമാണ്. എന്നിട്ടും ലോകത്തിന് മുന്നിൽ അമേരിക്ക ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാണിക്കുന്നു. എങ്ങനെ? ദ S&P 500 മാജിക്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 500 കമ്പനികളിൽ വെറും 7 ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആമസോൺ, ആൽഫബറ്റ്, മെറ്റ, ടെസ്ല ഇവരാണ് വിപണിയുടെ 35% നിയന്ത്രിക്കുന്നത്. ബാക്കി 493 കമ്പനികളും വൻ പ്രതിസന്ധിയിലാണ്. ഇതൊരു മായക്കാഴ്ചയാണ് സുഹൃത്തുക്കളെ. ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം 2008 സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ 10 മടങ്ങ് വലുതായിരിക്കും. അമേരിക്കൻ മാന്ദ്യ സാധ്യത അഥവാ റിസഷൻ പ്രോബബിലിറ്റി ഇന്ന് 93%. തൊഴിലില്ലായ്മ കുതിച്ചുയരുന്നു. ഡോളറിന്റെ ആഗോള സ്വീകാര്യത കുറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഡീ കപ്ലിംഗ് എന്ന തന്ത്രം പയറ്റുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് RBI ഇടപെടുന്നില്ല? കാരണം ഇത് 2000 ആണ്ടല്ല, ഇത് 2026 പണ്ടൊക്കെ രൂപ ഇടിയുമ്പോൾ നമ്മുടെ പക്കൽ ഡോളർ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് $723 ബില്യൺ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ കരുതൽ ശേഖരം. വിദേശ നാണയത്തിന്റെ ഒരു വൻമതിൽ തന്നെ നമ്മൾ പണിതുയർത്തിയിട്ടുണ്ട്. RBI എന്താണ് ചെയ്യുന്നത്? ഡോളറിനെതിരെ രൂപയെ താങ്ങി നിർത്താൻ വേണ്ടി നമ്മുടെ ഫോറക്സ് ശേഖരം വെറുതെ കളയാൻ RBI തയ്യാറല്ല. രൂപയ്ക്ക് അതിന്റെ സ്വാഭാവിക മൂല്യം കണ്ടെത്താൻ അവർ സ്വാതന്ത്ര്യം നൽകുകയാണ്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ വില കുറഞ്ഞതാകും. ഇത് നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനായി സഹായിക്കും. ചൈന വർഷങ്ങളായി ചെയ്യുന്ന തന്ത്രമാണിത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കുന്നത് പ്രധാനമായും ഹ്രസ്വകാല നിക്ഷേപകരാണ്. FPIs എന്ന് പറയും. അമേരിക്കയിൽ പലിശ കൂടുമ്പോൾ അവർ അങ്ങോട്ടോടും. അവർ പണം കൊണ്ടുപോകട്ടെ എന്ന് RBI തീരുമാനിക്കുന്നു. കാരണം ഇന്ത്യക്ക് ആവശ്യം ദീർഘകാല നിക്ഷേപകരെയാണ്, അഥവാ FDI. 2025-26 കാലഘട്ടത്തിൽ മാത്രം $135 ബില്യൺ FDI ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ രൂപയുടെ ദുർബലത ഇതൊരു മിഥിയാണ്, അതൊരു സ്ട്രാറ്റജിക് ഫ്ലെക്സിബിലിറ്റിയാണ്. അമേരിക്കയുടെ അടിത്തറ ഇളകുമ്പോൾ നമ്മൾ മുറുകെ പിടിക്കാതെ അല്പം അയച്ചു വിടുകയാണ്. അവർ മുങ്ങിയാലും നമ്മൾ മുങ്ങില്ല, ഇത് ഉറപ്പുവരുത്തുകയാണ്. ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണവേട്ടയ്ക്കാണ്. ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ ഈ രാജ്യങ്ങൾ കുന്നുകൂടുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം ഇപ്പോൾ 880 ടണ്ണിലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. വെറും 1 വർഷം കൊണ്ട് നമ്മൾ ടൺ കണക്കിന് സ്വർണ്ണമാണ് വാരിക്കൂട്ടിയത്. എന്തുകൊണ്ട്? കാരണം ഡോളർ വെറും ഒരു കടലാസ് കഷ്ടമായി മാറുന്ന കാലം വിദൂരമല്ലെന്ന് ഇന്ത്യക്ക് അറിയാം. യുദ്ധം വരുമ്പോഴോ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോഴോ ലോകം വിശ്വസിക്കുന്ന ഏക കറൻസി സ്വർണ്ണമാണ്. അമേരിക്കൻ ഡോളറിന് പകരമായി ഒരു ആഗോള കറൻസി അഥവാ നമ്മുടെ ബ്രിക്സ് കറൻസി പോലെയുള്ളവ വരുമ്പോൾ അതിന് അടിത്തറയായി സ്വർണം വേണ്ടി വരും. ഇന്ത്യ ഇപ്പോൾ ആ അടിത്തറ പണിയുകയാണ്.
നമ്മുടെ സമ്പാദ്യം സുരക്ഷിതമായ ലോഹങ്ങളിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രത്തോളം വില കൂടുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഇത്രയും കാലം തളച്ചിട്ടിരുന്നത് എന്താണ്? നമ്മുടെ എണ്ണ ഇറക്കുമതിയായിരുന്നു. നമ്മൾ എണ്ണ വാങ്ങാൻ ഡോളർ കണ്ടെത്തണമായിരുന്നു. ഡോളറിന്റെ വില കൂടുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കൂടും. പക്ഷെ ഇപ്പൊ കളി മാറി. ഇന്ത്യ ഇപ്പോൾ UAE-യിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എല്ലായിടത്തു നിന്നും എണ്ണ വാങ്ങിക്കൂട്ടുകയാണ്. അതും രൂപ നൽകിയിട്ടാണ്. ഇത് ചെറിയ കാര്യമല്ല. ലോകത്തെ പെട്രോ ഡോളർ സംവിധാനത്തിന്റെ നെഞ്ചത്തേറ്റ അടിയാണിത്. റഷ്യയുമായുള്ള വ്യാപാരം $100 ബില്യൺ കുതിക്കുകയാണ്. അതുകൊണ്ടും തീരുന്നില്ല. ഇന്ത്യ ഇന്ന് ഹരിത ഊർജ്ജത്തിന്റെ ഹബ്ബായി മാറുകയാണ്. ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ 2030 ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദകരാകാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. എണ്ണയോടുള്ള ആശ്രിതത്വം കുറയ്ക്കാനായി നമ്മൾ സ്വന്തമായി ഇന്ധനം നിർമ്മിക്കുന്നുണ്ട്. ഇറക്കുമതി കുറയുന്നതോടെ ഡോളറിനോടുള്ള നമ്മുടെ ആവശ്യം കുറയും. അന്ന് ഡോളറിന് ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല. വ്യാജ കണക്കുകൾ എന്ന് നിലവിളിക്കുന്നവർ ഈ ഡാറ്റ ഒന്ന് കാണുക. ഇനി ആ ഡാറ്റയിലേക്ക് പോകാം. GDP ഗ്രോത്ത് ഇന്ത്യ 7.4% വളർച്ചയുമായി ലോകത്തെ നയിക്കുകയാണ്. ചൈന പോലും കിതയ്ക്കുമ്പോൾ ഇന്ത്യ ഓടുകയാണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യ പണിത ഹൈവേകളുടെയും എയർപോർട്ടുകളുടെയും എണ്ണം നോക്കാം. വന്ദേ ഭാരത് ട്രെയിനുകൾ മുതൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ വരെ ഇതാർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ഡിജിറ്റൽ എക്കോണമിയിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ന് ഇന്ത്യയിലേതാണ്. ഈ സാങ്കേതിക വിദ്യ ഇന്ന് മറ്റു രാജ്യങ്ങളും ചോദിച്ചു വരികയാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അഥവാ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം. പണിയെടുക്കാൻ ആളുണ്ടെങ്കിൽ സമ്പത്ത് തനിയെ വരും. നമ്മൾ PPP പ്രകാരം ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. വരാനിരിക്കുന്ന ദശകം ഇന്ത്യയുടേതാണ്. ഇത് IMF-ഉം വേൾഡ് ബാങ്കും ഒരുപോലെ സമ്മതിച്ചൊരു കാര്യമാണ്. അവസാനമായി ഒരു കാര്യം കൂടെ, അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ഇന്ത്യ നശിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അവരോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ വായിക്കുന്നത് കണക്കുകളാണോ അതോ നിങ്ങളിൽ കുത്തിവെച്ച ഭയമാണോ? ഭയം വിൽക്കുന്നവർ എന്നും ഉണ്ടായിരിക്കും. പക്ഷേ വസ്തുതകൾ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മാറുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നമ്മൾ അമേരിക്കയെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവരെ പിൻപറ്റുന്നില്ല. അവർ മുങ്ങുമ്പോൾ നമ്മൾ മുങ്ങാൻ തയ്യാറുമല്ല. അതിനുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണിത്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും രൂപയുടെ മൂല്യം ഇടിയുന്നത് ഒരു തകർച്ചയല്ല, അതൊരു വിട്ടുകൊടുക്കലാണ്. അമേരിക്കൻ പിടുത്തത്തിൽ നിന്നുള്ള വിടുതൽ. കടലിൽ ഒരു വലിയ തിരമാല വരുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കുന്നവനെ അതിജീവിക്കൂ. ഇന്ത്യ ഇന്ന് അതാണ് ചെയ്യുന്നത്. നമ്മൾ തീയിൽ കുരുത്തവരാണ്, വെയിലത്ത് വാടില്ല. ഭാരതത്തിന്റെ ഈ കുതിപ്പ് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് അവർ കൂടി ഒന്ന് അറിയട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇന്ത്യയുടെ ഈ സാമ്പത്തിക വിപ്ലവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.